ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ യൂണിവേഴ്സിൽ 2025 ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പ്രഡിക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു യൂണിവേഴ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള മറ്റ് പ്രപഞ്ചങ്ങളിലും മറ്റ് ജീവജാലങ്ങളിലും നമ്മളും ഉൾപ്പെടെയുള്ള ഈ ഒരു എർത്ത്, ഈ ഒരു പ്രപഞ്ചം, ഈ ഒരു യൂണിവേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് 2025 കൂടി ഉണ്ടാവുന്നത്, എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കും. അത് മനുഷ്യനുണ്ടാവുന്ന ചേഞ്ചസ് ആയാലും ശരി, പ്രകൃതിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആയാലും ശരി, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു ഡിവൈൻ ഇൻഡ്യൂട്ടീവ്ലി തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷൻ ആയിട്ട് നിങ്ങൾ കൂട്ടണം. ഇതൊരു പ്രഡിക്ഷൻ ആണ്. സാധാരണ ഞാൻ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം പ്രഡിക്ഷൻ ചെയ്തിട്ട് കുറേ നാളായി. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു 7 മാസം 8 മാസത്തിന് മുന്നേ ആയിരിക്കും ഞാൻ ഇങ്ങനെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യുന്നത്. അന്ന് വരെ ഞാൻ ഈ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യാറില്ല. ഇപ്പം എന്തോ ഒരു ഇൻഡ്യൂട്ടീവ്ലി എനിക്ക് അങ്ങനെ തോന്നി. ഞാനിത് ചെയ്യുന്നത് 11/11 പോർട്ടലിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇടുന്നത് വേറൊരു ദിവസം ആയിരിക്കാം. അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ്, നാളെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, എല്ലാവർക്കും ഒരു എവല്യൂഷൻ ഉണ്ടാവും. ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടാവും, മനുഷ്യർക്കും ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാവും, അതേപോലെ തന്നെ പ്രകൃതിക്കും ഒരു എവല്യൂഷൻ എന്തായാലും ഉണ്ടാവും. അപ്പം ആ ഒരു എവല്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ 2025 കാണാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. 2025 ആദ്യമായി ആൾക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കുറേ അധികം ആൾക്കാരിൽ നിന്നും ദൈവവിശ്വാസം എന്നുള്ളത് പൂർണ്ണമായും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അവനവനിൽ തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു സമയമായിട്ടാണ് 2025 കാണാൻ പറ്റുന്നത്. അതായത് സ്വന്തമായി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ അവേക്കനിങ് ആവാൻ തുടങ്ങും. കൂടുതൽ അധികം ആൾക്കാരും സ്വയം അവേക്കനിങ് ആവുന്നു. ഈ ഒരു ലോകത്ത് വന്നിരിക്കുന്നത് ഞാൻ മറ്റൊരുവനെ ഇഷ്ടപ്പെടാനല്ല, അല്ലെങ്കിൽ മറ്റൊരുവന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല. ഞാനും ഡിവൈനും മാത്രം, അല്ലെങ്കിൽ താനും തൻ്റെ ശരീരവും തൻ്റെ സോളും മാത്രമുള്ള ഒരു വേൾഡ് ഇവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള റിയലൈസേഷൻ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് ഡിവൈൻസ്, അതായത് ഈ പറഞ്ഞ പ്രപഞ്ച ശക്തി ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പവർ അതായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. അതായത് സത്യം എന്താണ്, കള്ളം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടി ഇറങ്ങുന്ന ഒരു എന്താ പറയാ, കൂടുതൽ അവേക്കനിങ് ആവും. ആൾക്കാർ സ്വയമേ വിശ്വസിച്ചു തുടങ്ങും. അതേപോലെ തന്നെ കൂടുതലായിട്ടും കർമ്മ എന്നുള്ളൊരു സിസ്റ്റം ഒഴിവാവാൻ ചാൻസ് ഉള്ളൊരു ടൈമും കൂടിയാണ്. അതായത് നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഇപ്പം നമ്മൾ പോകുന്നൊരു സിസ്റ്റം ഉണ്ട്, കർമ്മ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. കുറേ അധികം പേര്, അതായത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള തെറ്റ് അപ്പം കിട്ടും. ഒരു സൈക്കിക് അറ്റാക്ക് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരുവന്റെ കയ്യിൽ നിന്നും കിട്ടും. ആ ഒരു സിസ്റ്റം പൂർണ്ണമായും ഒഴിവാവാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മുടെ മുത്തശ്ശി മുത്തപ്പൻ മുതലേ ഉള്ള ഒരു സിസ്റ്റമാണ് കർമ്മ എന്ന് പറഞ്ഞ സിസ്റ്റം. പക്ഷെ അത് മാറി അടുത്തൊരു എവല്യൂഷൻ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും, അതായത് നിങ്ങൾക്കറിയാം ഹോമോ സാപ്പിയൻസിൽ നിന്നും മനുഷ്യനായി അങ്ങനെ ആ ഒരു ഗണം ഉണ്ടല്ലോ, ഒരു ഗണത്തിൽ നിന്നും ഗണത്തിലോട്ട് മാറി വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി, പാസ്റ്റ് ലൈഫ് കാർമിക്. അപ്പൊ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മാറിയിട്ട് പുതിയൊരു സിസ്റ്റം വരും. അതായത് ഈ ഒരു ഭൂമിയിൽ നിന്നും ആ ഒരു സിസ്റ്റം മാറിയതിനു ശേഷം പുതിയൊരു കാർമിക് സിസ്റ്റം, അല്ലെങ്കിൽ പുതിയൊരു കർമ്മേരെ വേറൊരു വേരിയന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കർമ്മേരെ നമുക്കറിയാം. അത് ഡിവൈന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം. കാരണം അടുത്തത് എന്ത് വരും എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കർമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒഴിവായിട്ട് വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലായിട്ട് കാണാൻ പറ്റും. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു മൊബൈൽ പണ്ട് നോക്കിയ മൊബൈലാണ് കുത്തിക്കൊണ്ട് നടന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ടച്ചിലോട്ട് മാറി. അതേപോലെ തന്നെ വേറൊരു വേരിയന്റ് ആയിട്ട് കർമ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മനുഷ്യനിൽ കൂടുതലധികം വരാൻ ചാൻസ് ഉള്ള ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് 2025. അതേപോലെ തന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒഴിവാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം തന്നെ ടോട്ടൽ ചേഞ്ച് ആവും. ആ ഒരു കാലഘട്ടം ഒഴിവാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കലിയുഗം അവസാനിക്കാനുള്ള ചാൻസ് ആയിരിക്കാം. മേ ബി കലിയുഗം മാറുമ്പോഴായിരിക്കാം ഈ കർമ്മ എന്ന് പറയുന്ന ഒരു എവല്യൂഷൻ മാറിയിട്ട് പുതിയൊരു എവല്യൂഷൻ, അതായത് പുതിയൊരു ലോകം, പുതിയൊരു ന്യൂ ഏജ്ഡ് വേൾഡ് അങ്ങനെ ആയിരിക്കാം. മേ ബി സ്പിരിച്വാലിറ്റി പരമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, പുതിയ കൺസെപ്റ്റിലോട്ട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു ടൈം ആയിരിക്കും. 2025 ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഉണ്ടാകുന്ന ഒരു മാറ്റം
എന്താ പറയാ, ഹ്യൂമൻ ടു ഹ്യൂമൻ കൺട്രോൾ ചെയ്യാനുള്ള പവർ ആൾക്കാർ കരസ്ഥമാക്കി തുടങ്ങും. ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിലൂടെ ആൾക്കാർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് 2025 ആയി തുടങ്ങും. അതായത് ഇമോഷൻസ് മാത്രമായിരിക്കാം ഇപ്പോൾ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ടോട്ടൽ ഹ്യൂമൻ ബീങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആൾക്കാർ കടന്നു പോകും എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ആഹ് അതേപോലെ തന്നെ അതായത് നിങ്ങൾക്കറിയാൻ പറ്റും, കൂടുതലായിട്ടും ഡെവിൾ എനർജീസ് അതേപോലത്തുള്ള നെഗറ്റീവ് പരമായിട്ടുള്ള കുറെ അധികം സംഭവങ്ങളുണ്ട്. അതായത് പണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ആയിട്ടുള്ള അത് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഒന്നാണോ? പണം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഒന്നല്ല. മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചത്. പക്ഷെ പണം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഒന്നല്ല പണം. അപ്പോൾ ഈ പണം എന്ന് പറയുന്ന ഒരു മാധ്യമം നെഗറ്റീവ്സിന്റെ അടുത്തോട്ടും പോവാം, പോസിറ്റീവിന്റെ അടുത്തോട്ടും പോവാം. അപ്പം ആ ഒരു മാധ്യമം എങ്ങനെ വേണമെങ്കിലും പോവാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തരം ഈ പണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലഹരി, ആ ഒരു ലഹരി കയറി ആൾക്കാർ ചെയ്തു കൂട്ടുന്ന കുറച്ചധികം കോപ്രായങ്ങളും കുറച്ചധികം സിറ്റുവേഷൻസും കുറച്ചധികം പ്രശ്നങ്ങളും അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന ഒരു തരം അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാവും ആൾക്കാർക്ക്. ഈ പണം എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പണം 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 എന്ന് പറഞ്ഞു പോയി എന്തും ചെയ്യാൻ മടിക്കാത്ത, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു പീക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് 2025 കൂടി. മേ ബി 2025 ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കാം. കുറച്ചധികം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന കുറെ അധികം സിറ്റുവേഷൻസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. അതേപോലെ തന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ എന്താ പറയാ, മനുഷ്യനെ ഭയങ്കരമായിട്ടും ഇമോഷണലി അതേപോലെ തന്നെ നെഗറ്റീവ്സ് ഉപയോഗിച്ച് അങ്ങനത്തേക്കുള്ള എനർജി അങ്ങനെയൊക്കെ ഉപയോഗിച്ചുള്ള കുറച്ചധികം നെഗറ്റിവിറ്റീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മാക്കളിൽ വിശ്വാസം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ 2025 കൂടി നിങ്ങൾക്ക് ആത്മാക്കളെ വിശ്വാസമായി തുടങ്ങും. അതായത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ പിതൃക്കന്മാരെ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങും. ദൈവത്തിലുപരി നിങ്ങൾ അവരെ വിശ്വസിച്ചു തുടങ്ങും. കാരണം ഇന്ന് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നെങ്കിലും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ലോകത്താരും ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിനെയും കണ്ടു കാണില്ല, ചെകുത്താനെയും കണ്ടു കാണില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പം 2025 കൂടി ഉണ്ടാവുന്ന ഒരു എവല്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മാക്കളെ വിശ്വസിച്ച് തുടങ്ങും. കൂടുതലായും അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന കുറെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തരം ഓട്ടം, അല്ലെങ്കിൽ അത് ആ ഒരു കൺസെപ്റ്റിലോട്ട് കുറെ ആൾക്കാർ ഇറങ്ങും. അതെന്താണെന്ന് എനിക്ക് ഈ ഒരു ടൈമിൽ കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ആ ഒരു എനർജി കിട്ടിയാൽ മാത്രമേ എനിക്ക് കൂടുതലായിട്ടും പറയാൻ, കാരണം ആ ഒരു പോയിന്റിലോട്ട് കുറെ അധികം ഒരു വേൾഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ആൾക്കാർ അതിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി 2025 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ കടന്ന 90s ഒരു കാലഘട്ടം ഉണ്ട്. അതിന്റെയൊക്കെ ഒരു പീക്ക് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്താന്ന് വെച്ചാൽ വേറൊരു വേൾഡ്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത, അതായത് നിങ്ങൾ 90s കണ്ടതായാലും 80s കണ്ടായാലും കാലഘട്ടം മാറി മാറി 2002K വന്ന് നിൽക്കുന്ന ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് തന്നെ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതേ സിറ്റുവേഷന്റെ വേറൊരു പീക്ക് പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പണ്ടത്തെ ആ ഒരു ഫീലിലോട്ട് എത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് 2025 കൂടി ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു എവല്യൂഷൻ ആയിട്ട് കാണാം. ഇത് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അപ്ഡേഷൻ ആയിരിക്കും. യൂണിവേഴ്സലിന്റെ തന്നെ ഏറ്റവും വലിയ അപ്ഡേഷൻ ആയിരിക്കും ഈ വരുന്ന 2025 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, സ്പിരിച്വൽ വേൾഡ്, നമ്മൾ എന്താ പറയാ, ആൾക്കാർ അതിലോട്ട് ഇറങ്ങി തുടങ്ങും. ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും, എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റബിൾ ആവും എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ടൈം എത്തുന്ന പോയിന്റിലായിരിക്കാം മേ ബി നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംഭവങ്ങളൊക്കെ റിലേറ്റബിൾ ആവുന്നത്. അപ്പൊ കൂടുതലധികം ആൾക്കാർ എന്താ പറയാ, നിങ്ങളെ തന്നെ തേടി ഇറങ്ങി തുടങ്ങും.
നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി സോൾ പർപ്പസ് തേടി എന്തിനാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത് അതിനു വേണ്ടി ഇറങ്ങി നിങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇനി വരുന്നൊരു ജനറേഷൻ, ഇപ്പോൾ ഒരു കുട്ടി പിറക്കുന്നു, അങ്ങനത്തെ ഒരു ജനറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി പ്രവർത്തിക്കാൻ പോകുന്ന ഫുൾ എന്തിനായിരിക്കും? വന്ന കാര്യം കഴിഞ്ഞു പോവുക എന്നുള്ളതായിരിക്കാം. അതായത് വെൽക്കം ടു ദ വേൾഡ് ആൻഡ് ടാറ്റ ബൈ ബൈ. അവരിങ്ങോട്ട് വരുന്നു, അവരുടെ കാര്യം എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്തിട്ട് പോകുന്നു. അതായിരിക്കാം എവല്യൂഷന്റെ മാറ്റമായിരിക്കാം. അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ചിന്താഗതിയാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ആഗ്രഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാവും, എന്തെങ്കിലും ആയിത്തീരണം, എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കാം, പലർക്കും പല ഇമോഷൻസ് ആയിരിക്കാം, പലർക്കും പല ചിന്താഗതി ആയിരിക്കാം. അപ്പം അവരെത്തണം, അല്ലെങ്കിൽ അവർ വളരുന്ന ഓരോ പൊസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ വളരുന്ന അവർക്കത് ആവണം എന്ന്, അല്ലെങ്കിൽ വീട്ടുകാരെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. എനിക്കിതാവണം. പക്ഷേ 2025 കൂടി ഉണ്ടാവുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളിലോട്ട് മാത്രമേ നിങ്ങൾ എത്തുള്ളൂ. അതായത് നിങ്ങളിട്ട് അലട്ടാൻ തുടങ്ങും നിങ്ങളുടെ സോള്. നിങ്ങൾ ആ ഒരു പവർ ഉണ്ട്, അതിൻ്റെ ഒരു പീക്കുണ്ട്. ആ പീക്ക് നിങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് ഇറങ്ങാൻ തുടങ്ങും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കും. അതായത് നിങ്ങളുടെ സോള് നിങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പം ഉണ്ടാവുന്ന ഇത് എങ്ങനെയാണ് സംഭവിക്കുക, ഇത് ഞാൻ പറയുന്നത് എങ്ങനെ നടക്കും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അത് ഓൾറെഡി അതങ്ങനെ ക്രിയേറ്റഡ് ആവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും അറിയത്തില്ല. അത് ഡിവൈൻസിന് മാത്രം അറിയാവുന്ന ഒരു പവർ ആയിരിക്കും. അതിനെ നമ്മൾ ചോദ്യം ചെയ്യാനും പാടില്ല. അത് ഡിവൈൻസിന് അറിയാവുന്ന ദൈവം എന്താണോ കരുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്താണോ പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു സംഭവം പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള പവർ നിങ്ങൾക്ക് നേടാൻ തുടങ്ങും. അതായത് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം പണ്ടൊന്നും ഇല്ലായിരുന്നു. അതായത് ആഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അച്ചീവ് ചെയ്യാം, അങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് ആർക്കറിയാമായിരുന്നു? അത് ഏതെങ്കിലും ഒരുത്തൻ കണ്ടുപിടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ലോകത്ത് ഒരു വ്യക്തി മാത്രമാണ് ഒരു പ്രോഡക്റ്റിന്റെ ഉടമ. പ്ലെയിൻ കണ്ടുപിടിച്ചത് ഒറ്റൊരു വ്യക്തിയാണ്, ട്രെയിൻ കണ്ടുപിടിച്ചത് ഒറ്റൊരു വ്യക്തിയാണ്, ഫിലിം എന്ന് പറഞ്ഞ കണ്ടുപിടിച്ചത് ഒറ്റ വ്യക്തിയാണ്. പക്ഷെ പൈസ ഉണ്ടാക്കുന്നത് ഒരിക്കലും ആ വ്യക്തി ആയിരിക്കത്തില്ല, വേറുള്ള വ്യക്തികളായിരിക്കും പണം ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? കാരണം പലതരത്തിലുള്ള ഫിലിം പിടിക്കുന്നു, പക്ഷെ അഭിനയിക്കുന്ന എല്ലാം വേറെ ആൾക്കാരാണ്. ഇഷ്ടംപോലെ സിനിമ ഉണ്ടാക്കുന്നുണ്ട്, പല ആൾക്കാരും എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേറെ വേറെ തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കൺസെപ്റ്റ്, നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീന്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കയ്യിലെടുക്കാൻ പറ്റുന്ന നിങ്ങളെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നതോടുകൂടി നിങ്ങളുടെ വേൾഡ് നിങ്ങളുടെ കയ്യിലാവും എന്നാണ് പറയുന്നത്. 2025 കൂടി കൂടുതലും ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്താ പറയാ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കലികാലം മാറി പുതിയൊരു യുഗം പിറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു എൻജോയ്, ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വരുന്ന സമയത്ത്, ഈ ലോകം തന്നെ അത്രത്തോളം ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതിന്റെ ഒരു പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് 2.5 2025 മാറും എന്നാണ് കാണിക്കുന്നത്. 2025 നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. കൂടുതലും ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യാൻ തുടങ്ങും. കൂടുതലധികം ആൾക്കാർക്കും ഈ ദൈവം എന്നൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സത്യം. ദൈവം ഉണ്ട്. അതിനെ എങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി കഴിഞ്ഞാലും ദൈവം ഉണ്ട് എന്നുള്ളതാണ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളതാണ് സത്യം, ഏറ്റവും വലിയ സത്യം. അത് പല രീതിയിലും പലരും വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്താണെന്ന്. ചിലർ അവരുടെ ഉള്ളിൽ തന്നെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ചിലർ പുറത്താണെന്ന് വിശ്വസിക്കുന്നു, ചിലർ അമ്പലത്തിലാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത് നന്മയാണോ തിന്മയാണോ എന്നുള്ളതൊന്നും അറിയില്ല, ആർക്കും അറിഞ്ഞുകൂടാ. മേ ബി ദൈവം തന്നെയായിരിക്കാം നന്മയും തിന്മയും തീരുമാനിക്കുന്നത്, ആ ഒരു പവർ ആയിരിക്കാം. പക്ഷെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്ത് വരുന്ന എല്ലാവരുടെയും സ്ക്രിപ്റ്റ്, കുറെ അധികം ആൾക്കാർ, ചില ആൾക്കാർ സ്പിരിച്വൽ ഉള്ള ആൾക്കാരുടെ സ്ക്രിപ്റ്റ് ഒക്കെ മുന്നേ എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡിവൈൻസ് ആയിരിക്കാം അവരുടെ സ്ക്രിപ്റ്റ് നോക്കുന്നത്. കാരണം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം
അത് അങ്ങനെ പോവാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു വേ അത് നമ്മൾ രക്ഷപ്പെടണം എന്ന് വിധി എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിധി എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കൺസെപ്റ്റ് ആയിരിക്കത്തില്ല. മേ ബി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ പവർ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുതലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എക്സാമ്പിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ അമ്മയുടെ അടുത്ത് നമ്മൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കരഞ്ഞിത്തിരി ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പട്ടിണി കിടത്തില്ല, നമ്മൾക്ക് തരും അല്ലെ. എത്ര കുറച്ച് താമസിച്ചാലും അല്ലെങ്കിൽ അടിയൊക്കെ തന്നാലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എത്ര അടി കിട്ടിയാലും അമ്മയുടെ അടുത്ത് ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ ചോറ് തരാണ്ടിരിക്കത്തില്ല, എന്തായാലും ചോറ് തരും നമുക്ക്, നമ്മളെ പട്ടിണി കിടത്തില്ല, വിഷമിപ്പിക്കത്തില്ല അല്ലേ. അതായത് വിശപ്പോട് കൂടി നമ്മളെ കിടത്തത്തില്ല. അപ്പം ഈ ഒരു വേൾഡ് അങ്ങനെയാണ്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അടിക്കും, നിങ്ങളെ എടുത്തിട്ട് ഉടുക്കും, നിങ്ങളെ പൊക്കി എറിയും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് തന്നിരിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരാനുള്ളതായിട്ട് ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി മാറും. ഓക്കെ, അപ്പം നമ്മുടെ സോളിന്റെ പവർ, നിങ്ങളുടെ സോളിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ അലിഞ്ഞു ചേരും അതിലോട്ട്. ആ ഒരു യൂണിവേഴ്സലിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്റെ ആഗ്രഹങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ തുടങ്ങും. 2025 കൂടി ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ സഡേ നടക്കാൻ തുടങ്ങും. പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ അപ്ഗ്രേഡ് ആവുന്നത്, പെട്ടെന്ന് പൈസക്കാരാവാൻ തുടങ്ങും. വിത്തിൻ സെക്കൻഡിൽ ഇന്ന് ഉറങ്ങുന്നു, നാളെ പണക്കാരനാവുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് വരും. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് അതിലോട്ട് ആ ഒരു ട്രാൻസ്ഫർമേഷൻ വരും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്, പെട്ടെന്ന് പണക്കാരാവുന്നു, പെട്ടെന്ന് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു. ആ ഒരു വേൾഡ്, ആ ഒരു എവല്യൂഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു. അതിലോട്ട് മാറാൻ കൂടുതലും ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പം എന്നെ കളിയാക്കുമായിരിക്കും. അപ്പം ഇനി തൊട്ട് ആണുങ്ങൾക്കും പ്രസവിക്കാം. ഓക്കെ, പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗർഭം ധരിക്കാൻ പറ്റുന്നത് പെണ്ണുങ്ങൾ മാത്രമായിരിക്കത്തില്ല. ഇനി തൊട്ട് ഭയങ്കര വലിയൊരു എവല്യൂഷൻ ആണത്. ആണുങ്ങൾക്കും ഇനി തൊട്ട് പ്രസവിക്കാം. അതായത് നിങ്ങൾക്കൊരു കുട്ടിയെ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണികൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗർഭം എന്ന് പുതിയ ലോകത്തോട്ട് പുതിയ ആൾക്കാരെ കടത്തി, അല്ലെങ്കിൽ പുതിയൊരു ജന്മം കൊടുക്കാൻ ഇനി തൊട്ട് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും സാധിക്കും എന്നുള്ള പല രീതിക്കുള്ള AI ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പല മാറ്റങ്ങളും. ഇപ്പം എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ആണ് വളർന്നു വരുന്നു, കുറച്ച് കഴിയുമ്പോൾ പെണ്ണാവുന്നു, പെണ്ണ് വളർന്നു വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ആണാവുന്നു, ആണും പെണ്ണും ഒരു ശരീരത്തിൽ വളരുന്നു, പെണ്ണും ആണും ഒരു ശരീരത്തിൽ വളരുന്നു എന്നൊക്കെ ഉള്ള ഒരു റിയാലിറ്റി, സത്യമായിട്ടുള്ള കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. നമുക്കത് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ഈ പറയുന്ന കാര്യവും നിങ്ങൾ വിശ്വസിക്കുക. അതും ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതായത് അത് ഉടനെ തന്നെ വരാൻ ചാൻസ് ഉള്ള, അത് 2025 കൂടി അങ്ങനത്തെ ഉള്ള പ്രോസസ് വരാനുള്ള ചാൻസസ് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും. മേ ബി ബിസിനസ് ആയിരിക്കാം. പക്ഷേ ബിസിനസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ ഉള്ളൊരു കാര്യം ഞാൻ കാണുന്നുണ്ട്. അതിൽ എത്രമാത്രം ശരിയുണ്ട്, എത്രമാത്രം ഇതുണ്ടൊക്കെ അറിഞ്ഞുകൊണ്ട്, പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പം ഒരു അച്ഛന് ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കൊച്ചുങ്ങളില്ലാത്തൊരു ഒരു ഫാമിലി, അവർക്ക് മേ ബി അവൾ ഇരിക്കാണ്ടിരിക്കാം, മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട്. പക്ഷെ അവരിൽ നിന്ന് തന്നെ ആ കൊച്ചിനെ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആണുങ്ങൾക്കും ഇനി തൊട്ട് പ്രസവിക്കാം 2025 കൂടി. ഞാനിതൊരു കോമഡി ആയിട്ട് പറഞ്ഞാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പം അങ്ങനത്തെ അതൊരു എന്താ പറയാ, ഒരു രാജകീയ സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് മിക്കുള്ള ആൾക്കാരും എനിക്ക് കളിയാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കളിയാക്കുന്നതൊന്നും ഒരു പ്രശ്നമില്ല. കമന്റ് ഒക്കെ എന്തായാലും ഓൺ ആയിരിക്കും. കമന്റ് ബോക്സ് ഒക്കെ എപ്പോഴും എന്തായാലും ഓൺ ആയിരിക്കും. ഓക്കെ, എന്താണ് വിശ്വാസം, ഏതാണ് വിശ്വാസം, എന്തിൽ വിശ്വസിക്കണം, ഏതിൽ വിശ്വസിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് മതമുണ്ടാക്കിയത് ആരാണ്, എത്ര മതങ്ങളുണ്ട്, ഏത് മതങ്ങളുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ ലോകം, ഈ ലോകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. പൈസയാണ് ലോകം, ഇല്ലെന്ന് പറയുന്നില്ല. പണത്തിനും ഉപരി, മനസ്സിനും ഉപരി നിങ്ങളത് ചിന്തിച്ചു തുടങ്ങും. ചിന്തിക്കാനുള്ളൊരു എവല്യൂഷൻ, ചിന്തിക്കാനുള്ളൊരു പവർ ഓഫ് തിങ്കിങ് നിങ്ങൾക്ക് വന്നു തുടങ്ങും. അൾട്ടിമേറ്റ് ചിന്താഗതി നിങ്ങൾക്ക് വന്നു തുടങ്ങും. അതായത് ഈ ലോകത്തിനനുസരിച്ച് നിങ്ങൾ മാറും.
ഇതിനനുസരിച്ച് നിങ്ങളിങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങും. ഈ ഒരു പവറിനനുസരിച്ച് നിങ്ങൾ ഗ്രോ അപ്പ് ആവാൻ തുടങ്ങും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് എന്ന് പറയുന്ന ഒരു സംഭവം ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറെ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ കലിയുഗം നടക്കുന്ന സമയത്ത് കുറെ അധികം പ്രശ്നങ്ങളും സിറ്റുവേഷൻ മേ ബി അതിന്റെ ഒരു പോക്ക്, അതിന്റെ ഒരു എൻഡിങ്, അതായത് അത് നടന്ന് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നടക്കുന്നത്, പല രീതിക്കുള്ള പ്രശ്നങ്ങൾ, പല രീതിക്കുള്ള സിറ്റുവേഷൻസ്. പക്ഷെ ഇത് പല കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ്. ഇപ്പൊ ഗാന്ധിജിയുടെ കാലത്തിലായാലും അതേപോലെ തന്നെ ഇപ്പൊ ഗാന്ധിജിയുടെ കാലത്തിലാണെന്നുണ്ട് ഗാന്ധിജി മാത്രമാണ് ഗാന്ധിജി, ബാക്കി എല്ലാവരും ഇങ്ങനെ പോയി വെടികൊണ്ട് ചാവുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഹിറ്റ്ലറുടെ കാലത്താണെങ്കിൽ ഹിറ്റ്ലർ മാത്രമാണ് ഹിറ്റ്ലർ, ബാക്കി എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു എവല്യൂഷൻ മാറിയിട്ട് ഓരോരുത്തർക്കും ആവാൻ പറ്റി കഴിഞ്ഞാലോ, ഓരോരുത്തർക്കും ഓരോരോ പോയിന്റിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിയാലോ, അതായത് എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല. എല്ലാവരും വേറെ വേറെ തന്നെയാണ്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും അവരുടെ പവർ, അതായത് ഇപ്പം ഡോക്ടർ എന്ന് പറയുന്ന ഒരു സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് ഡോക്ടർ എന്നുള്ള സ്കിൽ ഉണ്ടാവും. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് അധികാരം എന്ന് പറയുന്ന ഒരു അധികാരമോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പവറിലോട്ട് പോകാം. പക്ഷെ ഇതൊക്കെ ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിന്റെ ഒരു ഒന്നിന്റെ പിറകിൽ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ മതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെഗുവേര, കാരൽ മാക്സ് ഫെഡ്, അത് കമ്മ്യൂണിസ്റ്റ് അല്ല, പല പാർട്ടീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഉണ്ടാക്കിയ പാർട്ടിക്ക് ബദലായിട്ട് വേറെ വേറെ ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയെ പിൻപറ്റി പൊയ്ക്കൊണ്ട് ആ ഒരു ആശയം, കാര്യങ്ങൾ ഒരു മാറ്റവും ഇല്ല. ആ വ്യക്തി കണ്ടുപിടിച്ച ഒരു ആശയം, ആ വ്യക്തിക്ക് ദൈവവിശ്വാസം ഇല്ലായിരുന്നു, അപ്പോൾ ആ വ്യക്തി അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കണ്ടുപിടിച്ച് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ തുടർന്ന് പോവുകയാണ്. അത് പിന്നെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സിറ്റുവേഷനിലായി. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ. അപ്പം നിങ്ങൾക്കും ഓരോരോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓരോരോ ഒന്നിന്റെ ഓണറായിട്ട് നിൽക്കാൻ പറ്റും. എന്തൊരു കാര്യം നിങ്ങൾ മേക്ക് ചെയ്യും, അതിന്റെ മെയിൻ അട്രാക്ഷൻ നിങ്ങളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. കൂടുതലധികം ആൾക്കാരും ഹീലിംഗ് ആവാൻ തുടങ്ങും, ഹീലർ ആവാൻ തുടങ്ങും. കുറെ അധികം ആൾക്കാർ സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കരമായിട്ടും ഇറങ്ങാൻ തുടങ്ങും. സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു സംഭവം, സ്പിരിച്വൽ എന്ന് പറയാം, പക്ഷേ സ്വന്തം ആൾക്കാരുടെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു പവറാണ്. ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഈ മൂർഖൻ പാമ്പുകൾക്കും വിഷമുണ്ട്. അത് ദൈവം അവർക്ക് അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ലോകത്തുള്ള ആ ഒരു ഗണത്തിൽ പെട്ടുന്ന മിക്കുള്ള വ്യക്തികൾക്കും ഈ പറയുന്ന ഹീലിംഗ് പവർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും വിഷമം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആ മരണം കുറച്ച് കഴിഞ്ഞ സമയത്ത് കുറച്ച് നാളെ ഓർക്കുള്ളൂ, അവര് മറക്കാനുള്ള ഒരു ശേഷി അവർക്ക് കൊടുക്കും. അതേപോലെ തന്നെ ദൈവം തരുന്ന ഒരു ഏറ്റവും ഒരു അനുഗ്രഹത്തിന്റെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹീലിങ്ങിനുള്ള പവർ തരാൻ ചാൻസ് ഉണ്ട്. 2025 ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഹീലിംഗ് ഉണ്ടാവാൻ തുടങ്ങും ആൾക്കാർക്ക്. അതായത് സ്വന്തമായിട്ട് ഹീല് ചെയ്ത് കളയാൻ തുടങ്ങും. സാധനങ്ങളെല്ലാം നിങ്ങൾ ഹീല് ചെയ്ത് ഇതൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു വേൾഡിന് വേണ്ടിയിട്ടായിരിക്കും. ഞാനും ലോകം ഫുള്ള് പ്രവർത്തിക്കുന്നത് ഈ ഒരു വേൾഡിന്, അതായത് ന്യൂ ജെൻ വേൾഡ് വരാൻ വേണ്ടിയിട്ടുള്ള 2025 കൂടി ഇത് എല്ലാം ഉണ്ടാവുന്നല്ല പറയുന്നത്. 2025 കൂടി ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഫുൾ ടൈം ഹീലർ ആവാൻ തുടങ്ങും. സെക്ഷൽ ഹീലിംഗ്, അതായത് എനർജി എക്സ്ചേഞ്ച് ടു സെക്ഷൽ ഫീലിങ്സ് ഉണ്ട്. അങ്ങനത്തെ അത് ഞാൻ പറയാം, നിങ്ങൾക്കത് റിയാലിറ്റിയിൽ എത്തും. ഇപ്പൊ ഒരാളുടെ എനർജി ഉപയോഗിച്ച് ആ ഒരു എനർജി കിട്ടിയ പിന്നെ അങ്ങനത്തെ ഒരു പീക്ക് പോയിന്റ് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ പയ്യെ മനസ്സിലാവും. അപ്പം പലർക്കും അത് ഹീല് ചെയ്ത് മാറ്റാൻ പറ്റും. സ്വന്തം പ്രശ്നങ്ങളും സ്വന്തം സിറ്റുവേഷൻസും ട്രോമാസും കാര്യങ്ങളും അതിനൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലൂപ്പിലോട്ട്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തുന്ന രീതിക്ക് നിങ്ങളെ കൊണ്ടുവരുന്നൊരു പവർ ആയിട്ടായിരിക്കാം കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ആരാണ് ചെയ്യുന്നത്, ഇതെന്താണ് ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പവർ എന്താണ്, ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെങ്ങനെ ചെയ്യാൻ ഇതെന്തൊരു മാജിക്കൽ വേർഡിലായിട്ട് മാറിയോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് സഡൻലി തന്നെ. കാരണം അത്രയും അധികം ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചിന്തകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പവർ ഉണ്ട്. ആൾക്കാരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഇതിലോട്ട് ആൾക്കാരെ എല്ലാവരും മാറിക്കഴിഞ്ഞാലോ, അതായത് ഒരു മനുഷ്യന്റെ മനസ്സ്, അതായത് അല്ലെങ്കിൽ വെളിയിൽ ഇരുന്നു കൊണ്ട്
ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റൂമിലിരുന്നുകൊണ്ട് ഒരാളുടെ ചിന്താഗതി മനസ്സിലാക്കാം. എനർജി. ഈ പവർ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും കിട്ടിക്കഴിഞ്ഞാലോ കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കർമ്മയാണെന്നുണ്ടെങ്കിൽ കൊച്ചു ആൾക്കാർ കർമ്മ അത് മാറ്റി വെച്ചതാണ്. അത് ആ ഒരു സിറ്റുവേഷന് ഇല്ല. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്, അത് ഡിവൈൻ പവറിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം നിങ്ങൾക്ക് ചിന്തകളെ കൊണ്ട് നിങ്ങൾക്ക് ലോകം പണിയാൻ പറ്റിയാലോ? വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തകൾ കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവാണത്. പണ്ടൊന്നും ഇല്ലാത്ത ഈ ഒരു ജനറേഷനിൽ മാത്രം ഉണ്ടാവുന്ന ഒരു എനർജി ട്രാൻസ്ഫർമേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ല് ആയിരിക്കാം ഈ പറയുന്ന, എന്താ പറയുക, ഇപ്പം ഈ മെന്റലിസ്റ്റുമാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് മേ ബി ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ള സ്കില്ലായിരിക്കാം. അപ്പം ആ ഒരു സ്കില്ലിലോട്ട് എല്ലാവരും ഇറങ്ങുന്നൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരാളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ 2025 മാറും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. എന്താണ് ആ വ്യക്തി ചിന്തിക്കുന്നത്, ഏത് പോയിന്റിലോട്ടാണ് പോകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് എനർജി വേരിയേഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ സംസാരിക്കണമെന്നില്ല, നിങ്ങൾ മൊഴിയണമെന്നില്ല, നിങ്ങൾ പടം വരച്ച് കാണിക്കണമെന്നില്ല, ആംഗ്യം കാണിക്കണമെന്നില്ല. പക്ഷെ ആ ഒരു കൺസെപ്റ്റോട് കൂടി അങ്ങനെ മാറാൻ കുറച്ചധികം സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ആഗ്രഹങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ഉണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു പോയിന്റ് ആണ്, എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു സംഭവമാണ്. എന്താ പറയാ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടോ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടോ, നെഗറ്റീവ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, എന്നെ കൺട്രോൾ ചെയ്യുന്ന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്താണ് നെഗറ്റീവ് പോസിറ്റീവ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങളുടെ സോൾ എന്താണ്, നിങ്ങളുടെ സോൾ ആരാണ്? അതായത് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് സിറ്റുവേഷൻ മാറ്റി മാറ്റി തന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഒരു മെമ്മറി കാർഡാണ് നമ്മുടെ ആത്മാവ്. ആ മെമ്മറി കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി. ആ ഒരു മെമ്മറി കാർഡിനകത്തുള്ള വരെ ഉള്ളു എല്ലാ സാധനങ്ങളും. ആ ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ വർക്കാവും, മെമ്മറി കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ വർക്കാവത്തില്ല. ആ മെമ്മറി കാർഡ് എന്താണ്, മെമ്മറി കാർഡ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഈ മെമ്മറി കാർഡ് ഇടുന്നതും ഊരുന്നതും ആരാണ്, അങ്ങനെയൊക്കെ കുറച്ചധികം സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാ പറയുന്നത്, ഏലിയൻസിലൊക്കെ വിശ്വാസം ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 2025 കൂടി അതിൻ്റെയൊക്കെ ഒരു എവല്യൂഷൻ ഐ തിങ്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ഇത് എത്രത്തോളം സ്പിരിച്വൽ വേൾഡിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഏലിയൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അറിഞ്ഞൂടാത്ത കാര്യത്തെക്കുറിച്ച് പറയാൻ നിൽക്കുന്നില്ല. അപ്പം എന്തായിരിക്കാം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഏതായിരിക്കും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് നമുക്ക് അറിയത്തില്ല. മേ ബി 2025 കൂടി അതിൻ്റെയൊക്കെ ഒരു സംഭവത്തിലോട്ട് പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പവർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഒരു തുലാഭാരം തന്നെ നമുക്ക് വെക്കാൻ പറ്റും, നമുക്കറിയാൻ പറ്റും എന്താണ് ബാലൻസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് 2025 ഇങ്ങനെ നടക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല, പക്ഷെ ഇങ്ങനെയും ചേഞ്ചസ് ഉണ്ടാവാം, പല മാറ്റങ്ങളും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവാം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ഒക്കെ ഇട്ട് എന്നെ കളിയാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് ഓഫ് ദ പോയിന്റ്, ആ പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ റിയലൈസേഷൻ ചെയ്യും. ഓക്കെ ബൈ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിലോട്ട് കാണാം.